ഈ വർഷത്തെ വിഷുഫലം മേടം രാശിക്കൂറുകാർക്ക് എങ്ങനെ ഉണ്ടാകും എന്ന് ആദ്യം ഒന്ന് വിലയിരുത്തി നോക്കാം. സൂര്യൻ മേടം രാശിയിലേക്ക് കടക്കുന്ന സമയം, അതാണല്ലോ വിഷു. നമുക്ക് മേടം രാശിയിൽ വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഈ നക്ഷത്രക്കാരാണ്. ഇവരെ സംബന്ധിച്ച് നമുക്ക് വിലയിരുത്തുമ്പോൾ ഏഴരശനി തുടങ്ങുകയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. ഏഴരശനിയുടെ കഷ്ടകാലം അവരെ ബാധിക്കും. വ്യാഴം 2-ൽ നിന്നും 3-ലേക്ക് മാറാൻ വെമ്പി നിൽക്കുകയാണ്. ഇപ്പോൾ ആ രാശിയിൽ വാർദ്ധക്യാവസ്ഥയാണ്. ഇടവൻ രാശിയിൽ മിഥുനൻ രാശിയിലേക്ക് കടക്കാൻ തയ്യാറായി നിൽക്കുന്നു. അപ്പോൾ മിഥുനൻ രാശിയുടെ ഫലമാണ് ഈ വർഷം പൊതുവെ അനുഭവിക്കുക. ആദ്യത്തെ 1 മാസം മാത്രമേ മേടൻ രാശിയുടെ ഫലം വരൂ. വിഷു സംക്രമ ദിവസത്തെ ഫലം പറയുന്നതുകൊണ്ട് മേടൻ രാശിയുടെ ഫലം നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. എന്നാൽ ആ മേടൻ രാശിയിൽ വ്യാഴം 2-ൽ നിൽക്കുമ്പോഴുള്ള ഫലം മുഴുവൻ അനുഭവിക്കാൻ കിട്ടില്ല അവർക്ക് ഏഴരശനിയുടെ ഉപദ്രവം കടുത്ത രീതിയിലായതുകൊണ്ട് വീഴ്ചകൾക്ക് സാധ്യത കൂടുതലാണ്. അതവർ കരുതിയിരിക്കണം. അതിനുള്ള രക്ഷാമാർഗങ്ങൾ തേടിയിരിക്കണം. അതിന് അവർ ദേഹരക്ഷ എന്തെങ്കിലും ചെയ്യുക, അതൊക്കെ വളരെ സഹായിക്കും. അവർക്ക് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയമാണ്. അതുപോലെ വീട്ടിലാണെങ്കിലും ദുരിതങ്ങൾ കൂടുന്ന സാഹചര്യം ഉണ്ടാകാം. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും കണ്ണീരിൻ്റെ അവസ്ഥയും കൂടി ഉണ്ടാവും. അത് പൊട്ടിക്കരയുന്ന പോലെ ഇടയ്ക്ക് കരയാൻ തോന്നും. അതൊക്കെ ഈ മേടൻ രാശിക്കാരെ സംബന്ധിച്ച് നടക്കാവുന്നതാണ്. വീട്ടിൽ കലഹങ്ങൾ കൂടും. 4-ൽ നിൽക്കുന്ന ചൊവ്വ കലഹങ്ങളുണ്ടാക്കാൻ കാരണമാവും. പിന്നെ 7-ൽ നിൽക്കുന്ന ചന്ദ്രൻ, ഇതൊക്കെയാണെങ്കിലും അവർക്ക് നല്ല മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടും. പലപ്പോഴും 2 മാർഗങ്ങൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ അവർക്ക് തെളിഞ്ഞു കിട്ടും. അതിൽ തന്നെ അവർക്ക് പ്രിഫർ ചെയ്യാവുന്ന ഏതാണ് എന്ന് കണക്കാക്കാനുള്ള അവസരവും കിട്ടും. അതുകൊണ്ട് അവർക്ക് കാര്യങ്ങൾ ഇത്രയും ദുരിതങ്ങളുണ്ടെങ്കിൽ പോലും അല്പം മെച്ചമാണ് എന്ന് ഞാൻ പറയാം. ഈ വീഴ്ചകളുടെ സാധ്യതയെ മാത്രമാണ് അവർക്ക് പ്രധാനമായിട്ട് പേടിക്കേണ്ടത്. ധനനഷ്ടവും കുറച്ചുണ്ടാവും. ഗ്രന്ഥങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. വിശിഷ്ടമായിട്ട് അവർ കണക്കാക്കുന്ന ചില ഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ആരെങ്കിലും പ്രത്യേകമായിട്ട് ഗിഫ്റ്റ് വന്ന ഗ്രന്ഥങ്ങൾ, അതൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. ഈ മേടൻ രാശിക്കാർക്ക്, അതായത് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം ഈ നക്ഷത്രക്കാർക്ക് ഏഴരശനിയുടെ അതായിട്ടുള്ള വീഴ്ചകൾ, ധനനഷ്ടം തുടങ്ങിയുള്ള പോരായ്മകൾ ഒഴിവാക്കാനായിട്ട് പരമാവധി ദേവീക്ഷേത്രങ്ങളിൽ ദർശിക്കുക. ഭദ്രകാളിയും ദുർഗയും ഇത് രണ്ടും പ്രധാനമായിട്ട് തന്നെ കണക്കാക്കുക. ദുർഗാക്ഷേത്രങ്ങളിലെ വഴിപാടുകൾ നടത്തുക, ദുർഗാദേവിയെ വീട്ടിലിരുന്ന് ഭജിക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വളരെ സഹായകമാകും. അതേപോലെ ഇവർക്ക് ഏതെങ്കിലും ദുർഗാമന്ത്രമോ അല്ലെങ്കിൽ ഭദ്രകാളി മന്ത്രമോ കൊണ്ട് ഏലസൊക്കെ ഉണ്ടാക്കി ധരിക്കുന്നത് വീഴ്ചകൾ കുറയാൻ സഹായിക്കും.